കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നാരങ്ങച്ചാറാണ് കേട്ടോ. നാരങ്ങച്ചാർ എന്ന് പറയുമ്പോൾ നാരങ്ങ കിസ്മിസും കൂടി ചേർത്തിട്ടുള്ള അച്ചാറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കിസ്മിസ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നാരങ്ങ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയാൽ മതി. പക്ഷേ കിസ്മിസും കൂടി ചേർത്ത് തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇതിനു മുമ്പ് ഞാൻ ലെമൺ ഡേറ്റ്സ് പിക്കിളിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല നോൺ വെജ് പിക്കിൾസ്, ചിക്കൻ പിക്കിള്, അതുപോലെ പ്രോൺസ് പിക്കിള്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങച്ചാറിന് കുറച്ച് റിക്വസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാരണമാണ് ഇത് ഇപ്പൊ ചെയ്തത്. ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും ഗ്ലാസിന്റെ സ്റ്റെറിലൈസ് ചെയ്ത ജാറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കത് കൂടുതൽ നാള് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ എടുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നാൾ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ 1/2 കിലോ നാരങ്ങയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നാരങ്ങ എടുക്കുക എപ്പോഴും. അതുപോലെ നല്ല ജ്യൂസുള്ള ടൈപ്പ് നാരങ്ങയും ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും ഈ അച്ചാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മളിതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലതാണോ എന്നുള്ളൊരു കാര്യം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിൻ്റെ ഇപ്പോൾ എണ്ണം പറയണമെന്നുണ്ടെങ്കിൽ 14 എണ്ണം ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങയാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിപ്പോൾ മുഴുവനോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണത്. ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച നാരങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കുക. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് നന്നായിട്ട് തന്നെ സ്റ്റീമായിട്ട് വരാൻ. സ്റ്റീം ആയതിനു ശേഷം ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരും, അതായത് ഒന്ന് വിണ്ടു വരും. ആ ഒരു രീതിയിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഈ നാരങ്ങ ഇപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ നാരങ്ങ എല്ലാം 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഒരു നാരങ്ങ 4 കഷ്ണം എന്നുള്ള രീതിയിൽ. നമ്മുടെ കയ്യിലുള്ള നാരങ്ങയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചെറുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിൻ്റെ കുരുവൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഇപ്പോൾ നാരങ്ങച്ചാറാകുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കയ്പ്പ് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇപ്പോൾ ചേർക്കണത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പച്ചമുളക് കൂടുന്തോറും സ്പൈസി ആവും, കാരണം നമ്മൾ അച്ചാറിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുളക് പൊടി ചേർക്കുമല്ലോ. പിന്നെ കറിവേപ്പില ഒരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് കിസ്മിസ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ബാക്കി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ, അതായത് പൊടികളൊക്കെ ഞാൻ ചേർക്കുന്ന സമയത്ത് തന്നെ പറയാം കേട്ടോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എള്ളെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്. അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും എള്ളെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലത്. കാരണം വെളിച്ചെണ്ണയിലൊക്കെ നമ്മൾ അച്ചാർ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അച്ചാർ കേടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ഒരു അച്ചാറിൻ്റെ നല്ലൊരു ഫ്ലേവർ വരണമെന്നുണ്ടെങ്കിലും എള്ളെണ്ണ തന്നെയാണ് നല്ലത്. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എണ്ണ കൂടുതൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത് ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ഇഞ്ചി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. പച്ചമുളക് മുറിച്ചത്. ഇപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ച ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. 1/2 കിലോ നാരങ്ങയ്ക്ക് 200 ഗ്രാം ഉണക്കമുന്തിരി മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം.
ഞാനിപ്പോൾ ഈ അച്ചാറിൽ എണ്ണ ഒരുപാടൊന്നും ഉപയോഗിക്കണില്ല, കുറവ് തന്നെയാണ് ഉപയോഗിക്കണുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതായത് ലോങ് പീരീഡിലേക്കൊക്കെ കേടാകാതെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഇനി കിസ്മിസ് ഒന്ന് വറുത്തെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ വീർത്ത് വരുമല്ലോ അതുവരെ. ഇപ്പം കണ്ടില്ലേ, കിസ്മിസ് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് ചേർക്കണ പൊടികളൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉലുവ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ കട്ട വേണമെന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് ജാതിക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതായത് ജാതിക്കയുടെ കുരു മാത്രമാണ്, അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗമില്ലേ, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു, എന്നിട്ട് ഒന്ന് പൊടിച്ചെടുത്തു. നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷെ ജാതിക്കയുടെ അളവൊന്നും കൂടിപ്പോരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു കുത്തായിരിക്കും. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം ഈ പൊടികളുടെ പച്ചമണക്ക് നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതിപ്പോൾ ഏത് ടൈപ്പ് വിനാഗിരി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നാരങ്ങാച്ചാറായ കാരണം നാരങ്ങയ്ക്ക് പുളി ഉണ്ടാവും. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. ഞാൻ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് നാരങ്ങയില്ലേ, അതിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണും കൂടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. കിസ്മിസിന് മധുരം തന്നെയാണ്, പക്ഷെ എന്നാലും ആ ഒരു പുളിയൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നാരങ്ങയ്ക്ക് എന്തായാലും ചെറുതായിട്ട് കയ്പുണ്ടാവുമല്ലോ, അതൊന്ന് കോമ്പൻസേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ അത്യാവശ്യം ഇതിലേക്ക് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിക്കും. ഇതിലിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളിയൊക്കെ അത്യാവശ്യം ഉണ്ട്. പുളി കുറവാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ അച്ചാറാവുമ്പോൾ എപ്പോഴും എരിവും ഉപ്പും ഒക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ അച്ചാറൊന്ന് റെഡിയായി വരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വരും. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പം കണ്ടില്ല, ഇത് നന്നായിട്ട് തിളച്ച് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്ത് വന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. എപ്പോഴും അച്ചാറിൻ്റെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അപ്പോഴാണ് തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് കിട്ടുള്ളൂ. നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര തിക്കായിട്ട് മാറും അച്ചാർ. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവും ഉപ്പും പുളിയും എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. ഈ അച്ചാർ എന്ന് പറയുന്നത് എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നൊരു അച്ചാർ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.